ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ വരുന്ന കുറച്ച് മിസ്റ്റേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് പഠിക്കാൻ പോകുന്നത് ജ്വല്ലറി ആൻഡ് ജ്വല്ലർ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ എന്നാണ് അർത്ഥം. എന്നാൽ ജ്വല്ലർ എന്ന് പറഞ്ഞാൽ jeweler refers to a person who sells, makes, repairs ornaments. ആഭരണങ്ങൾ ഉണ്ടാക്കുകയോ വിൽക്കുകയോ അത് റിപ്പയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് ജ്വല്ലർ എന്ന് പറയാം. അല്ലെങ്കിൽ ആഭരണങ്ങൾ വിൽക്കുന്ന ഷോപ്പിനെ നമുക്ക് ജ്വല്ലർ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോളൂ. റിയ went to jeweler to buy some ornaments. റിയ ജ്വല്ലറിലേക്ക് കുറച്ച് ആഭരണങ്ങൾ വാങ്ങാൻ പോയി. ഇവിടെ ജ്വല്ലർ എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഓക്കെ, ദെൻ ദ ജ്വല്ലർ റിപ്പയർ ദ റിംഗ്. ജ്വല്ലർ റിംഗ് റിപ്പയർ ചെയ്ത് കൊടുത്തു. ഇവിടെ ജ്വല്ലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേഴ്സൺ, ഒരു വ്യക്തിയാണ്. ഓക്കെ, ദെൻ ജ്വല്ലറി. ജ്വല്ലറി എന്ന് പറഞ്ഞ ആഭരണങ്ങൾ. ഐ ബോട്ട് സം ബ്യൂട്ടിഫുൾ ജ്വല്ലറി. ഞാൻ കുറച്ച് മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങിച്ചു. I have some gold jewelry in my drawer. എനിക്ക് കുറച്ച് സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ എൻ്റെ ഡ്രോറിലുണ്ട്. ഓക്കെ, ഇവിടെ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭരണങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മൾ മിസ്റ്റേക്ക് വരുന്ന ഒരു സംഭവം പറയാം. ഡൗൺ സ്റ്റേഴ്സ് ആൻഡ് അപ്പ് സ്റ്റേഴ്സ്. ഡൗൺ സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മുകൾ നില, മുകളിലത്തെ നിലയിൽ എന്നൊക്കെ അർത്ഥം. എന്നാൽ ഡൗൺ സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലോ താഴത്തെ നില, താഴത്തെ നിലയിൽ എന്നൊക്കെ അർത്ഥമുണ്ട്. അവൾ മുകളിലത്തെ നിലയിലാണ്. ഷീ ഈസ് ഓൺ അപ്സ്റ്റേഴ്സ്. ഇത് തെറ്റാ, ഇങ്ങനെ പറയരുത്. ഇനി എങ്ങനെ പറയണം? ഷീ ഈസ് അപ്സ്റ്റേഴ്സ്. ഷീ ഈസ് അപ്സ്റ്റേഴ്സ്. നോ നീഡ് ഓഫ് പ്രപ്പോസിഷൻ ഓൺ. ഇവിടെ പ്രപ്പോസിഷന്റെ ആവശ്യം ഇല്ല. അവൾ താഴത്തെ നിലയിലാണ്. ഷീ ഈസ് ഡൗൺ സ്റ്റേഴ്സ് എന്നാ പറയാം. ഷീ ഈസ് ഓൺ ഡൗൺ സ്റ്റേഴ്സ് എന്ന് പറയരുത്. ഓക്കെ, അപ്പൊ ഷീ ഈസ് അപ്സ്റ്റേഴ്സ്, downstairs. കിട്ടിയല്ലോ. നെക്സ്റ്റ് നമ്മൾ മിസ്റ്റേക്ക് വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഞാനൊരു അപരിചിതമായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടു. ഐ ആം ഹിയറിംഗ് എ സ്ട്രേഞ്ച് നോയ്സ് നൗ. ഇത് തെറ്റാ, ഇങ്ങനെ പറയരുത്. എന്താ കാരണം? ഹിയറിംഗ് എന്ന് പറയില്ല. ഇംഗ്ലീഷിൽ സ്റ്റാറ്റിക് വേർബ്സ് എന്ന് പറഞ്ഞ കുറച്ച് വേർബുകളുണ്ട്. അതായത് ഇംഗ്ലീഷിലെ സ്റ്റാറ്റിക് വേർബ്സ് എന്ന് പറഞ്ഞ കുറച്ച് വേർബ്സ് ഉണ്ട്. അതായത് ഇത്രയും വേർബ്സിന്റെ കൂടെ ING ചേർത്ത് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പാടില്ല. ഇപ്പൊ ഹിയർ എന്ന് പറഞ്ഞൊരു സെൻസസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഹിയർ, ടേസ്റ്റ്, സ്മെൽ, സീ, ഇതിന്റെ കൂടെ ഒന്നും ING ചേർത്ത് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പാടില്ല. ഐ എം ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാ. എങ്ങനെ പറയണം? ഐ ഹിയർ എ സ്ട്രേഞ്ച് നോയ്സ് നൗ. ഞാനിപ്പോൾ ഒരു അപരിചിതമായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നു. ഐ ഹിയർ എ സ്ട്രേഞ്ച് നോയ്സ് നൗ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ. ഞാൻ അവളേക്കാൾ ജൂനിയർ ആണ്. ഐ എം ജൂനിയർ ടു ഹെർ എന്നാണോ? ഐ എം ജൂനിയർ ദാൻ ഹെർ എന്നാണോ പറയാ? ഐ എം ജൂനിയർ ടു ഹെർ, ഐ എം ജൂനിയർ ദാൻ ഹെർ എന്നാണോ പറയാ? കമന്റ് ഹിയർ.